ഒരു കാസർകോട്ടുകാരി സനൂഷ ബാലനടിയായിട്ട് അഭിനയം തുടങ്ങിയതാണ്. സനൂഷ എവിടെ? നല്ലൊരു നടിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, സനൂഷനെ കണ്ടവരാരുമില്ല. സനൂഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ മരുമകൻ എന്ന് പറഞ്ഞ പടത്തിലാണ് നായികയാവണത്. 18-19 വയസ്സിലാണ് നായികയാവണത്. ആ പടം ക്ലച്ച് പിടിച്ചില്ല, അനൂഷയും ക്ലച്ച് പിടിച്ചില്ല. അതോടുകൂടി അനൂഷേനെ പെട്ടെന്ന് സിനിമാ ലോകം മറക്കുകയും ചെയ്തത്. ശരിക്കും അനൂഷയുടെ ചെറുപ്പകാലത്തുള്ള അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ നടി ശരിക്കും പറഞ്ഞാൽ ഭാരത് അവാർഡ് മേടിച്ച് അത്രയധികം സിനിമകളിലെ നായികയായി വരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് സനൂഷ ഇങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകാൻ കാരണം എന്നുള്ള ഒരു പിടുത്തം കിട്ടില്ല. സൗന്ദര്യത്തിന് സൗന്ദര്യമുണ്ട്, അഭിനയിക്കാനുള്ള കഴിവ് അഭിനയിക്കാനുണ്ട്, എല്ലാം കൊണ്ടും മൊത്തം ഒരു നായികയാവാനുള്ള എല്ലാ കഴിവുകളുണ്ട്. അതിനേക്കാളും ഒരു ഗുണം അതുപോലെ തന്നെ അഭിനയിക്കാൻ അറിയാത്ത നടികളൊക്കെ പോടെ വലിയ നായികയായിട്ട് കിടന്ന് വിലസ് അഹങ്കാരം കൊണ്ട് കണ്ണും പോലും കാണാണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെ അഹങ്കാരമില്ല. ചെറുപ്പം മുതലേ സിനിമാ ലോകത്ത് കിടന്ന് കളിച്ച് വളർന്ന കാരണം അങ്ങനെ അഹങ്കാരമോ തലക്കനോ ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഒരു രക്ഷയില്ല, ചാൻസ് ഇല്ല. അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു. ഈ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ തത്തമസി തസ്കര എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതുപോലെ തന്നെ നിർണായകം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു. പിന്നെ സക്രിയയുടെ ഗർഭിണികൾ എന്ന പടത്തിൽ അഭിനയിച്ചു. കുട്ടിയും കോലും എന്ന പടത്തിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ അന്യഭാഷയുടെ ഒരു 2-3 പടത്തിൽ അഭിനയിച്ചു. അതിനുശേഷം അനൂഷനെ ആരും കണ്ടുവരില്ല. അനൂഷ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഫോറിനിലേക്ക് പോയി. ഫോറിനിൽ പോയിട്ട് അവിടെ മൂപ്പര് MSc എഴുതിയെടുത്തു. MSc എഴുതിയെടുത്താൽ വലിയ മാസ്റ്റർ ഡിഗ്രിയൊക്കെ കിട്ടി. ആ ഡിഗ്രി കിട്ടിയൊക്കെ നമ്മളൊക്കെ അറിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, ആ കുട്ടി ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക, ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. 10-30 വയസ്സായി ഇപ്പോൾ. എന്നിട്ടിപ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 2 പടം റിലീസാവാനുണ്ട്. അതിലും മരതകം എന്ന് പറഞ്ഞൊരു പടം വരാനുണ്ട്. ലിങ്കൻ ഐലൻഡ് എന്ന് പറയാവുന്നൊരു പടം വരാനുണ്ട്. പക്ഷേ അനൂഷ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ആ കുട്ടിയോട് നമുക്കൊരു പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. ആ വാത്സല്യം നമ്മൾ വലിയൊരു നടിയാവും എന്ന് പ്രതീക്ഷിച്ച ഒരു നടി അതാവാണ്ട് പോലും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും കൂടെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകം വിട്ടുപോകേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നു. അതാണ് ഈ കുട്ടിക്ക് പറ്റിയൊരു പരാജയം. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും ഇനി എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് 10-30 വയസ്സായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് കരിയർ ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നല്ല സമയത്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റർ മരുമകനിൽ അഭിനയിച്ചിട്ട് ആ പടം ക്ലിക്കാവാത്തത് കൊണ്ടാണ് ഒരു ഭാഗ്യമില്ലാത്ത ഒരു നടി എന്നൊരു ലേബിള് മലയാളികൾ കുത്തി കൊടുത്ത കാരണമാണ് ഈ കഷ്ടകാലമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇനി വരാൻ പോകുന്ന 2 പടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു നടിയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്.